പുതുപ്പാടി എൽദോമാർ ബെസോലീസ് കോളേജ് NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഭൂതത്താൻകെട്ടിൽ പ്ലാസ്റ്റിക് ഫ്രീ ഡ്രൈവ് സംഘടിപ്പിച്ചു. പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജോർജ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പുതുപ്പാടി എൽദോമാർ ബെസേലീസ് കോളേജ് NSS യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിലാണ് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഭൂതത്താൻകെട്ടിൽ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജോർജ് ശുചീകരണ പ്രവർത്തികൾ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ആദ്യം ഈ ഭൂതത്താൻകെട്ട് ക്ലീനിങ്ങിനായിട്ട് തിരഞ്ഞെടുത്തതിന് ആദ്യമേ തന്നെ നിങ്ങളെ അഭിനന്ദിക്കുന്നു. കാരണം നമ്മുടെ മുന്നിൽ കിടക്കുന്ന കണ്ടാൽ നമുക്ക് ഈ ഒരു ഔചിത്യമില്ലാതെ വന്നു ചേരുന്ന ആളുകൾ വലിച്ചെറിഞ്ഞ് പോയിരിക്കുന്ന സാധനങ്ങളാണ് നമ്മുടെ മുന്നിൽ കൂടെ കിടക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ വലിയ പ്രധാനപ്പെട്ട ഒരു ടീമാണ് മരത്തിൻ്റെ കമ്പ് വെട്ടി റോഡിലേക്ക് ഇട്ടിരിക്കുന്നു. അത് അവരുടെ പറമ്പിലിടാനുള്ളതിന് അതും റോഡിലേക്ക് ഇട്ടിരിക്കുന്നു. നിങ്ങളുടെ ഈ ദൗത്യം, നിങ്ങളിപ്പോൾ നിരവധിയായ എൽദോമാർ ബെസോലിയോസിലെ 2 യൂണിറ്റ് വിദ്യാർത്ഥികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങൾ നിരവധിയായ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ പ്രിയദർശിനി ബസ്സുകൾ കഴുകി, അതിനു മുമ്പ് KSRTC ബസ് സ്റ്റാൻഡ് ക്ലീൻ ചെയ്തു, താലൂക്ക് ഓഫീസ് ക്ലീൻ ചെയ്തു. ഇന്നിപ്പോൾ ഇവിടെ ഭൂതത്താൻകെട്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ഷാജി അധ്യക്ഷയായി. വാർഡ് മെമ്പർ ബിജു പി നായർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഭൂതത്താൻകെട്ട് ഫോറസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ചർ അജയ്കുമാർ PV, ബീറ്റ് ഓഫീസർമാരായ മനീഷ് TT, അനീഷ് NK തുടങ്ങിയവർ പങ്കെടുത്തു. NSS പ്രോഗ്രാം ഓഫീസർ ബേസിൽ PN സ്വാഗതവും പ്രോഗ്രാം ഓഫീസർ അലീന ജോസ് നന്ദിയും പറഞ്ഞു. രാവിലെ 10 മുതൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഭൂതത്താൻകെട്ട്, പുതിയ പാലം, പരിസര പ്രദേശങ്ങളെല്ലാം വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. പ്രദേശത്ത് വ്യാപകമായി കിടന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വോളണ്ടിയർമാർ നീക്കം ചെയ്തു. 75 പേരാണ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തത്. വോളണ്ടിയർ സെക്രട്ടറിമാരായ അനന്തു ബിജു, മുഹമ്മദ് നിസാം, രേവതി ബിജു, അമീറ, ക്യാമ്പ് സെക്രട്ടറിമാരായ ജോയൽ ജിനോ, അബിയ, സീനിയർ വോളണ്ടിയർമാരായ വൃന്ദ ബിജു, അക്ഷയ്, ആദിത്യൻ, രഞ്ജിത്ത് എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.